പ്രാദേശിക ക്രിക്കറ്റ് എന്നൊരു ക്രിക്കറ്റ് ഇപ്പം സത്യത്തിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. റെക്കോർഡിക്കലായിട്ട് ലൈവായിട്ട് നടക്കുന്ന ഈവൻ ഒരു ടർഫിൽ പോലും നടക്കുന്ന ഒരു മത്സരം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആൾക്കാർക്ക് കാണുന്നുണ്ട്. ചില മികച്ച പ്രകടനങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ ചില ഇൻസ്റ്റാഗ്രാമിൽ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സാമാന്യ പ്രകടനങ്ങളിൽ ക്യാച്ചുകൾ, ചില വിക്കറ്റുകൾ. അപ്പൊ ഇത് നമ്മൾക്ക് കാണാൻ കഴിയുന്നതെല്ലാം റെക്കോർഡിക്കലായതുകൊണ്ടാണ്. പണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മളറിയാതെ പോയ സച്ചിനും ധോണിയും കോഹ്ലിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവരെ ആരെയും കണ്ടിട്ടില്ല. ഈവൻ നമ്മുടെ കേരളത്തിലുള്ള മികച്ച പ്രതിഭകളുടെ പ്രകടനങ്ങൾ നമ്മളിവരെയൊന്നും കണ്ടിട്ടില്ല, പറഞ്ഞിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന കളിക്കാരുണ്ട്. ഇവരെ നമ്മൾ കാണുന്നത് ഇന്ത്യൻ ടീമിലെ പ്രകടനത്തിന്റെ ഭാഗമാകുമ്പോഴാണ്. ഇത് യഥാർത്ഥം ഇപ്പൊ ബേസിന്റെ തന്നെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് മുമ്പൊരു ചാനലിലും പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾക്കിടെ മലയാളികൾക്കിടയിൽ ഒരു സ്പോർട്സ് താരത്തിന് നമ്മളൊരു അക്സെപ്റ്റൻസ് കൊടുക്കുന്നത് പലപ്പോഴും ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തി കഴിയുമ്പോഴാണ്. പക്ഷെ ഇവര് മറന്നു പോകുന്നൊരു കാര്യം, ഇന്റർനാഷണൽ ലെവലിൽ ഒരു പ്ലെയർ ഏറ്റവും മികച്ച പ്രകടനം നടത്തുമ്പോൾ ഇവർ ആരും എത്ര പേരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് തന്നെ ഇപ്പൊ കളിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം രാജ്യങ്ങളുടെ എണ്ണം ഒരു 100-300 കോടിയെങ്കിലും ഉണ്ടാവും. എന്നുവെച്ചാൽ ഇന്ത്യയിൽ തന്നെ 130 കോടിയുണ്ട്. പാകിസ്ഥാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ വലിയ രാജ്യങ്ങൾ, ബംഗ്ലാദേശ് ഒക്കെ നമുക്ക് ക്രിക്കറ്റിൽ ഫോക്കസ്ഡ് ആണല്ലോ. അപ്പൊ ഇതിലാണ് ഇവരെ നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഒരു സഞ്ജു സാംസൺ, ശ്രീശാന്ത്, ഇവര് ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഈ 300 കോടിയിലെ 10-50 പേരിൽ ഒരാളാണ് ഇവർ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ബേസിൽ തമ്പി എടുത്താൽ ബേസിൽ ഈ IPL-ന്റെ ഭാഗമാകുന്നു. ആലോചിക്കണം, ഞാനത് അതായത് IPL-ൽ 8 ടീമുണ്ട്, 11 കളിക്കാരുണ്ട്. അതിലൊരു 4 ബൗളേഴ്സ് ആയിരിക്കും ഉള്ളത്. 11x4 44 ബൗളേഴ്സാണ് ഇന്ത്യയിൽ നിന്നും മൊത്തത്തിലുള്ളത്. ഇന്ത്യയിൽ നിന്നും അല്ല, ആക്ച്വലി IPL-ന്റെ സെലക്ഷൻ വേൾഡ് വൈഡ് ആണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സിലെ 44 പേരിൽ ഒരാളായി ഒരു കളി കളിക്കാൻ കഴിഞ്ഞാൽ അതൊരു ചെറിയ അച്ചീവ്മെന്റ് ഒന്നും അല്ലത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവൻ ഇനി ഒരു കളി കളിച്ചു, 10 കളി കളിച്ചു, ഇവൻ ഇന്ത്യയിലെ ബെസ്റ്റ് ബോളർ ആയെങ്കിൽ നമ്മൾ അവനെ ആർഹമായ രീതിയിൽ നമ്മൾ അംഗീകാരം കൊടുക്കും. ഇപ്പൊ ഞാൻ നമ്മുടെ ശ്രീജേഷിനെ ഹോക്കി, അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി വീട്ടിൽ കണ്ടിരുന്നു. അപ്പം ഇപ്രാവശ്യവും അദ്ദേഹത്തിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. പലപ്പോഴും ഞാൻ തന്നെ ഇച്ചിരി ഒരു ആക്ഷേപരൂപേണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ജയിച്ചു വന്ന സമയത്ത് നമ്മളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെ ആൾക്കാർ, നാട്ടിൽ വലിയ സ്വീകരണം. ഇവിടെ ഒളിമ്പിക്സ് കിട്ടിയിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തില് സ്പോർട്സ് ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നവർക്കോ ഒന്നും തന്നെ അർഹമായ ഒരു അംഗീകാരം പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. അതൊരു റിയാലിറ്റിയാണത്. നമ്മൾ സിനിമയ്ക്ക് കൊടുക്കുന്നതിന്റെ 10-1 മൂല്യം പോലും ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റുകൾക്ക് കൊടുക്കാറില്ല. അവിടെ ഇനി ഇത് മാറണം. അവിടെയാണ് ഇപ്പൊ ഇതൊരു ഭയങ്കര ഇനിഷ്യേഷൻ ആവാൻ ഞാൻ പറയാൻ കാര്യം. ഇപ്പൊ ഏതൊരു രക്ഷകർത്താക്കൾക്ക് മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ടെൻഷനാണ്. എനിക്ക് ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റർ ആവണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. അച്ഛനമ്മ അടിക്കും, നമുക്കൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് അടിക്കുന്നതിന്റെ പേര് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഒരു അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ ഈ വർഷം KCL നടന്നു കഴിയുമ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് KCL നിന്നുള്ള ഒരു 10 പേരെ IPL-ലെ 10 ടീമുകൾ അല്ലെങ്കിൽ എടുത്തു എന്ന് പറയുമ്പോഴേ ഇവർക്ക് ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അത്രയും പ്രൊമോട്ട് ചെയ്ത് തന്നെ പറയുന്നത്. ഇത് മത്സരം നിങ്ങൾ കണ്ടു തുടങ്ങും, നിങ്ങൾ KCL-ന്റെ ഒരു ടീമിന്റെ ഭാഗമാകാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് 100% നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പറ്റും. ആ വലിയൊരു സാധ്യത തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക കണ്ടം കളി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനത്തിൽ നിന്ദിക്കുന്ന അതേ ഒരു പ്ലെയർ, നമ്മുടെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ, ഇന്നിപ്പോ ഈ Instagram ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആവും. നമുക്കറിയാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ വൈകിട്ട് എടുത്ത വീഡിയോ ആയിരിക്കും. 2 വന്നു കഴിയുമ്പോഴത്തേക്ക് 10 മില്യൺ അടിച്ചു. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് ഒരു പയ്യൻ ഒരു ഫുട്ബോൾ എടുത്ത് നമ്മളെ അടിച്ച സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടൊരു വീഡിയോ ആയിട്ട് അത് മാറിയില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ചു, അവന്റെ അപ്പുറത്ത് ഇന്നലെ വരെ സംസാരിച്ചിട്ടിരുന്ന ഒരു കക്ഷിയുടെ മുന്നിൽ പിറ്റേ ദിവസം അവൻ ഒരു സൂപ്പർ സ്റ്റാർ ആയ ലെവലിലേക്ക് വളരുകയാണ്. അത്രയും വലിയൊരു സാധ്യതകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ സാധ്യതകളെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കളും കുട്ടികളും ശ്രമിച്ചാൽ സ്പോർട്സിന്റെ ഏതൊരു മേഖലകളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വലിയൊരു വാതായനം തുറക്കപ്പെടുകയാണ്. ഈ IPL വരുന്ന സമയത്ത് ഇതിനനുബന്ധ ബിസിനസ്സും കാര്യങ്ങളുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ആവുന്നത്. കളി ഒരു സൈഡിൽ നടത്തേണ്ടതുണ്ട്, അതങ്ങനെ തന്നെ കമേഴ്സ്യലൈസ് ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു കമേഴ്സ്യലൈസേഷൻ പാർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രാദേശികമാണെങ്കിൽ ഈ പ്രോഡക്റ്റ് വിറ്റേ പറ്റൂ. അത് നോക്കിയിട്ടായിരിക്കുമല്ലോ ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. എന്തൊക്കെ സാധ്യതകളാണുള്ളത്? അനുബന്ധമായിട്ട് എന്തൊക്കെ വളരാൻ സാധ്യതയുണ്ട്? ഇതില് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. അതായത് ഇവരൊക്കെ പണ്ടും ഇപ്പോഴും, അതായത് ഈ KCL ഇപ്പൊ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രാദേശിക ടൂർണമെന്റുകൾ KCL നടത്തുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇതിനൊരു വിസിബിലിറ്റി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു മാർക്കറ്റിംഗ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ പറഞ്ഞ KCA ഇങ്ങനെ ഒരു തമിഴ്നാട് പ്രീമിയർ ലീഗ് പോലെ ഇതുപോലൊരു ലീഗ് തുടങ്ങുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ എന്താ പറയാ സ്റ്റാർ സ്പോർട്സിൽ വരികയും എല്ലാരും കാണാൻ തുടങ്ങുകയും പുതിയ സ്റ്റാർസുകൾ നമുക്കിപ്പോ കുറച്ച് പേരുകൾ ഇപ്പൊ പറയുമ്പോൾ പോലും നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അത് ഇവരാരും കളിക്കാത്തതുകൊണ്ടല്ല, ഇവരൊക്കെ നന്നായിട്ട് കളിക്കുന്നവരുണ്ടാവും ഉണ്ട്. പക്ഷെ എന്താ, നമ്മൾ അവരെ അറിയാത്തത് ഇതിന് ഒരു പ്രൊമോഷൻ ഇല്ല, അതുപോലെ തന്നെ ഇത് എവിടെയും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അറിയപ്പെടാറ് എന്ന് പറഞ്ഞ പോലെ തന്നെ വൺസ് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിനോടനുബന്ധമായിട്ടുള്ള ഒത്തിരി ബിസിനസ്സുകൾ വളരും. ഇപ്പൊ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി നഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഏകദേശം 3 കോടി ഈ വർഷത്തെ ഫീസ് തന്നെ, പിന്നെ അടുത്ത വർഷത്തെ ഫീസിനുള്ള ഇത് ഇപ്പോഴേ നമ്മൾ
ബാങ്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ 1.5 കോടി നമുക്ക് ഇപ്പോൾ ടീമിന് വേണ്ടി നമ്മൾ നടത്താൻ വേണ്ടി ചിലവാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഫസ്റ്റ് ഇയർ തന്നെ എല്ലാ സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. കാരണം ഒന്നാമത് ഈ ഷോർട്ട് നോട്ടീസാണ്, നമുക്ക് വെറും ഒരാഴ്ച പോലും ടൈമില്ല എല്ലാം ഫൈനൽ റൂൾസ് എല്ലാം കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഈ വർഷം എന്തായാലും നമുക്ക് നഷ്ടത്തിലേ നമ്മൾ പോകുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അകത്തൊരു പാഷൻ കൊണ്ട് വരുന്നവരാണ്, അല്ലാണ്ട് ഇതിൻ്റെ അകത്തൊരു ഹ്യൂജ് പ്രോഫിറ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പോൺസർഷിപ്പ് വരും, കുറച്ചുകൂടെ വിസിബിലിറ്റി വരും, ഇതിന്റെ ബ്രാൻഡ് വാല്യുവേഷൻ കൂടും. അങ്ങനെയുള്ള ഒരു ലോങ് ടേം കൊമേഴ്ഷ്യൽ മാത്രമേ ഇതിനകത്തുള്ളൂ. ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒത്തിരി ബിസിനസ്സുകൾ ഇതിലും പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ, നമ്മളെയൊക്കെ പണ്ട് മാതാപിതാക്കള് ചിലപ്പോൾ കളിക്കാൻ സമ്മതിക്കാത്തതിന്റെ ആ ഒരു വിഷമമായിരിക്കും നമ്മളെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് തീർക്കുന്നത്. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ബാക്കിയുള്ള ടീമുകൾ ഇപ്പം ബ്ലൂ സ്റ്റാർ അല്ലാതെ ട്രിവാൻഡ്രം സിറ്റി പോലുള്ള ബ്ലൂ ടൈഗേഴ്സ്, ട്രിവാൻഡ്രം സിറ്റി, ബാക്കി ടീംസിന്റെ വിവരങ്ങൾ പറയുമോ? അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. ഇത് KCA ഇപ്പോൾ 6 ടീമുകളാണ് കേരളം മൊത്തം എടുത്തിരിക്കുന്നത്. 6 ഫ്രാഞ്ചൈസികൾ. അതിൽ ഒന്ന് ട്രിവാൻഡ്രം ആണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പ്രിയദർശൻ സാറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൊല്ലമുണ്ട്, ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂര്, കാലിക്കറ്റ്, പിന്നെ 6 ടീം. അപ്പൊ ഇത് നമ്മൾ ബിഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പ് ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ഉണ്ടായിരുന്നു. 2.5 കോടിയാണ് മാക്സിമം ബിഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 4 ടീമുകൾ ബിഡ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ടീമിന് 4 വന്നു കഴിയുമ്പോൾ അതിൽ അസറ്റ് വാല്യൂ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് വരുന്ന ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടും. നമുക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുക. അപ്പൊ നമുക്ക് ഏത് ഡിസ്ട്രിക്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഈ 6 അല്ല, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ കൊച്ചി എന്ന് പറയുന്നത് ഞാൻ ബേസിക്കലി ഇവിടെ എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത്. ഇവിടെ ഹൈക്കോർട്ടിലാണ് ആദ്യം പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷമാണ് UK പോയത്. അവിടെ ഇപ്പോൾ ലോയറാണ്. പക്ഷെ അതിനും ഹൈലി കണക്റ്റഡ് ടു കൊച്ചിയാണ്. എൻ്റെ വൈഫ് ഹൗസും ഇവിടെ കൊച്ചിയിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ കടവന്ത്രയാണ്. അതുകൊണ്ട് കൊച്ചി എന്നുള്ള ഒരു ഫസ്റ്റ് ചോയ്സ് ആണ്. ഒരു സെക്കൻഡ് തോട്ട് അതിന് ഉണ്ടായിട്ടില്ല. കാരണം നാച്ചുറലി നമ്മൾ കണക്റ്റഡ് ആണ്, നമ്മൾ അവിടെയാണ്. അങ്ങനെയാണ് നമ്മൾ കൊച്ചി ചൂസ് ചെയ്ത് വരുന്നത്. എല്ലാ മത്സരങ്ങളും തിരുവനന്തപുരം ഗ്രീൻഫീൽഡിലാണ് നടക്കുന്നത്. ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡാണ്. അടുത്ത വർഷം തൊട്ട് KCA ഇവിടെയുള്ള ഗ്രൗണ്ടുകളിൽ നൈറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഗെയിംസ് വെക്കാൻ പറ്റാത്തത്. അപ്പൊ ഹോം അവേ എന്നുള്ള ഫോർമാറ്റിലോട്ട് അടുത്ത വർഷം മാറും എന്നുള്ളതാണ് KCA പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നോക്കണം. എങ്കിലും നമ്മളൊക്കെ ഇതിനൊരു ലോങ് ടേം വിഷനിലാണ് നമ്മളിത് പ്രവർത്തി, ഒരു 10 years എന്നുള്ള ഇതിലാണ്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ 3 എയർപോർട്ടുകൾ കേരളത്തിലുണ്ട്. എന്നാ എത്ര സ്റ്റേഡിയം ഉണ്ട്? എല്ലാ ജില്ലയിലും ഒരു സ്റ്റേഡിയം വരണം. കാരണം വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഫോക്കസും ആണ് കാണിക്കുന്നത്. 3 എയർപോർട്ട് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരെയും സ്കിൽ ഉണ്ടാക്കി പുറത്തോട്ട് പറഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. തെറ്റല്ല, എങ്കിലും ഞാൻ പറയാണ്. എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരനെ ഞങ്ങളൊരു മന്ത്രിയുടെ ഒരു കാര്യത്തിന് കാണാൻ പോയപ്പം ഇങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സ്കില്ല് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യും, അവർ പുറത്തു പോകുന്നു. അപ്പോൾ പുള്ളിക്ക് ഞെട്ടിപ്പോയി. അതായത് ഇവിടുന്ന് ഇത്രയും നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് ഈ സമൂഹം ഇത്രയും പൈസ മുടക്കി ആൾക്കാരെ ഇതാക്കിയിട്ട് സ്കില്ല് ബ്രെയിൻ ട്രെയിൻ ആണല്ലോ സംഭവിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒത്തിരി ഈ ക്രിക്കറ്റ് കളിക്കാരുടെ സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഇനി പയ്യെ ഈ പറഞ്ഞ ഫ്രാഞ്ചൈസികൾ വരുന്നതോടുകൂടി, ജനങ്ങൾ ഇതിനൊരു സപ്പോർട്ട് തരുന്നതോടുകൂടി പയ്യെ ഗ്രാജുവലി ഇതെല്ലാം വളരെ ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടുത്തെ ക്ലബ്സ്, സ്കൂൾസ് ഇവരുമായിട്ട് എല്ലാം ടൈപ്പിൽ നെക്സ്റ്റ് ജനറേഷൻ പ്ലെയേഴ്സിനെ നമ്മൾ ഗ്രാജുവലി ഇപ്പൊ IPL സംഭവിക്കുന്ന പോലെ തന്നെ അവർ നെക്സ്റ്റ് ജനറേഷൻ പ്ലേയേഴ്സിനെ കയറ്റിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് പിന്നെ അവർ IPL വന്നു, IPL നിന്ന് പിന്നെ ഇന്ത്യൻ ടീമിൽ വന്നു. അങ്ങനെ ഒരു നാച്ചുറൽ ടാലന്റ് നർച്ചറിങ് കൂടെ നടക്കും.